പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറിയാട് ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ വെട്ടത്തലയ്ക്ക് സമീപം SC കവല. അപ്പം ഞാനിവിടെ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ പറയാം. ഇവിടെ നമ്മുടെ കൊക്കുറക്കുന്നേൽ CP തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹം ഞങ്ങളൊക്കെ വിളിക്കുന്നത് തങ്കഞ്ചേട്ടൻ എന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ വെട്ടത്തുവരയിൽ വർഷങ്ങളായിട്ട് ബാർബർ ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മനോജിന് ഇപ്പം അവിടെ കടയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം വലിയ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ എൻ്റെ തലമുടി പോലും അദ്ദേഹം വെട്ടിയിട്ടുണ്ട്. ചിലപ്പം മനോജിനെ കാണാൻ ചെല്ലുമ്പോഴത്തേനും മനോജ് അവിടെ കാണത്തില്ല. അപ്പം അദ്ദേഹം ചോദിക്കും, എന്നാന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇതുപോലെ മുടി വെട്ടാൻ വന്നാൽ അപ്പം ഞാൻ വെട്ടിയാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ? പിള്ളേർ സെറ്റിനൊന്നും എൻ്റെ വെട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പം എനിക്ക് പ്രായമുള്ളതുകൊണ്ട് പുള്ളിയുടെ ഒരു സ്റ്റൈലിലേ പുള്ളി വെട്ടത്തുള്ളൂ. അത് തന്നെയല്ല, പുള്ളിക്ക് കുറച്ച് കസ്റ്റമറുണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പ്രായം ചെന്ന കുറേ ആൾക്കാർ അദ്ദേഹത്തെ കൊണ്ട് വെട്ടിക്കും. അപ്പം മനോജ് കടയിലുള്ള സമയത്താണേലും അദ്ദേഹത്തിൻ്റെ കുറേ കസ്റ്റമർ വരുമ്പോഴത്തേനും അദ്ദേഹം വെട്ടും. അപ്പം ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ഏത് കാര്യങ്ങളും സംസാരിക്കുകയും. അല്ലാതെ പുള്ളിക്ക് അങ്ങനെ ഒരു നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുമ്പോൾ എല്ലാവരും വെട്ടത്തോലയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമാണ്. അപ്പം രാവിലെ അദ്ദേഹം വരും, വൈകിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. അതുപോലെ വെട്ടത്തോലയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ ചെറുപ്പം കാലം തൊട്ട് എനിക്ക് ഓർമ്മ വെക്കുമ്പം തൊട്ട് അദ്ദേഹത്തിന് വെട്ടത്തോല കടയുണ്ട്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് പെട്ടെന്ന് വീട്ടിൽ മേലായിക വന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ECG ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് വേരിയേഷൻ. അന്നേരം അവർ പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹത്തിന് അറ്റാക്ക് മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പം ആ ശവസംസ്കാര ചടങ്ങ് ഇന്ന് നടക്കുകയാണ് 5 മണിക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടാണ് അവിടുന്ന് പോരുന്നത്. അപ്പോൾ അദ്ദേഹം ആ മരണത്തിലൂടെ 2 പേർക്ക് ഒരു പുതുജീവനും കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് ഇവിടുന്ന് മൺമറഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ അദ്ദേഹം ദാനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഏകദേശം 1 കോടിയിലധികം പേർ കാഴ്ചരഹിതരായിട്ടുണ്ട്. ഇതിൽ 40 ലക്ഷം പേർ കോർണിയയുടെ തകരാറ് മൂലം കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. 40 ലക്ഷത്തിൽ 10 ലക്ഷം പേർ സ്വന്തം മാതാപിതാക്കളുടെ മുഖം പോലും കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ കുട്ടികളാണ്. ഇത് കണ്ടോ നിങ്ങൾ, അവർ കൊണ്ടുപോയി വെച്ച ഫ്ലെക്സാണ്. സമക്ഷ കോട്ടയം അവരാണ് ഈ നേത്രദാനത്തിന് വന്നത്. ഈ കണ്ണുകൾ 2 പേരിലൂടെ ജീവിക്കും. നമ്മുടെ നേത്രപടലങ്ങൾക്ക് ഏകദേശം 200 വർഷമാണ് ആയുസ്. മരണം സംഭവിച്ച് 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലങ്ങൾ നമുക്ക് ദാനം ചെയ്യാം. തിമിര ശസ്ത്രക്രിയയും പ്രമേഹവും പ്രായാധിക്യവുമൊന്നും നേത്രപടലങ്ങൾ ദാനം ചെയ്യാൻ തടസ്സമല്ല. നേത്രദാനത്തിന് മുൻകൂർ സമ്മതപത്രവും ആവശ്യമില്ല. നേത്രബാങ്കുകളുള്ള ആശുപത്രികൾ വസതിയിലെത്തി അരമണിക്കൂറിനുള്ളിലാണ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നത്. സാമ്പത്തിക ചെലവുകളൊന്നുമില്ല. നേത്രപടലങ്ങൾ മാത്രമാണ് എടുക്കുന്നത് എന്നതിനാൽ മുഖത്തിന് യാതൊരു രൂപവ്യത്യാസവും വരുകയില്ല. അതേസമയം ഒരാൾ നേത്രപടലങ്ങൾ ദാനം ചെയ്താൽ 2 പേർക്കാണ് അതുമൂലം കാഴ്ച ലഭിക്കുക. അപ്പോൾ നമ്മുടെ മരണശേഷവും നമ്മുടെ കണ്ണുകൾ ലോകത്തെ കാഴ്ചകൾ മുഴുവൻ കണ്ടുകൊണ്ട് 2 പേർക്ക് വെളിച്ചം പടർന്നുകൊണ്ട് ഈ ഭൂമിയിൽ തുടർന്നും ജീവിക്കുക. അതാണ് നേത്രദാനം. ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് നേത്രദാനം എന്ന് പറയുന്നത്. നേത്രദാനം മഹാദാനം എന്നാണ് അറിയപ്പെടുന്നത്. തങ്കഞ്ചേട്ടന് ഏകദേശം 80 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ ഇനിയും ഭൂമിയിലുണ്ടെന്നുള്ളത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് അദ്ദേഹം വെട്ടത്തോലെ കട തുടങ്ങിയ കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ കസേരകളൊക്കെയാണ്. അതൊരു അമൂല്യ നിധി പോലെ തന്നെയാണ് അദ്ദേഹം. ഇത് അവരുടെ പഴയ വീടാണ്, അതിൻ്റെ മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്നത്.